തീരപ്രദേശത്തെ ധാതുമണൽ കൊള്ളയടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ തീരദേശ മേഖലയിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITUവിന്റെ നേതൃത്വത്തിലുള്ള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി 12 മുതൽ നാളെ രാത്രി 12 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ എന്നിവരാണ്. ആദ്യം ഷാജഹാനിലേക്ക്. ഷാജഹാൻ, ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം കേന്ദ്ര നീക്കത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. ഇപ്പോൾ അതൊരു ഹർത്താലിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അക്ഷിത, ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതിലെല്ലാ സംഘടനകളും പോലും CITU, INTUC അടക്കമുള്ള കേരളത്തിലെ എല്ലാ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംഘടനകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണിയോടുകൂടിയാണ് ഹർത്താൽ ആരംഭിക്കുന്നത്. തീരദേശ മേഖല പൂർണ്ണമായിട്ടും നിശ്ചലമാകും. ഇവിടെ ഈ പ്രദേശത്തു കൂടിയുള്ള വാഹന ഗതാഗതത്തിനും മറ്റും തടസ്സം വരുത്തത്തില്ല എന്നുള്ളതാണ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്നാലും മത്സ്യമേഖലയ്ക്ക് വലിയ തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കടൽമണൽ ഖനനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത്. മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിൽ പോകാൻ സാധ്യതയില്ല. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ഐസ് ഫാക്ടറി സംഘടന, അതോടൊപ്പം തന്നെ മാർക്കറ്റുകൾ, ഇത്തരത്തിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശങ്ങളും പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതിൻ്റെ സംഘടനാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. INTUC, CITU അടക്കമുള്ള സംഘടനകളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സമരത്തിൽ 125 കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ SNDP, ധീവരസഭ, അതോടൊപ്പം തന്നെ ലത്തീൻ കത്തോലിക്ക സഭ അടക്കമുള്ള തീരദേശ മേഖലയിലെ ജാതിമത ചിന്തകൾക്കതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജനങ്ങളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കടൽമണൽ ഖനനത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ആദ്യ സൂചന എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അക്ഷിത. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകുന്നത്.